Hi dear friends, Assalamu alaikum, Namaskaram, welcome back to Shiga's Cafe. ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെ എല്ലാവരെയും കിടുക്കിയ കുടുക്കാച്ചി ബിരിയാണിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ചട്ടിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വാങ്ങാൻ പോയ ടൈമിൽ തന്നെ ഈ മൺകുടുക്ക കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഞാൻ കുടുക്കാച്ചി ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. മൺചട്ടിയിൽ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ബിരിയാണി തന്നെ നമ്മൾ ഈ മൺകുടുക്കയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി നോക്കിയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ അടിപൊളി കുടുക്കാച്ചി ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കുടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില 1 ടേബിൾ സ്പൂണും മല്ലിയില ഒരു 2 ടേബിൾ സ്പൂൺ അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കന് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു മസാലയിൽ മല്ലിയിലയും പുതിനയിലയും ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും. ചിക്കന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നമ്മൾ പിറ്റേ ദിവസം ഉച്ചക്കൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നമുക്കിതുപോലെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. ചിക്കന് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറാണ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഒരു 2 സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ സെയിം ഓയിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഉണ്ടാവും. അതിലേക്ക് ഒരു 4 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓയിലിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വരണം. എന്നാൽ മാത്രമേ നമ്മളെ ബിരിയാണീൻ്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള വഴന്ന് വരുന്ന ടൈം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ റൈസ് വെക്കാനുള്ള പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പട്ട, ഏലക്കായ, ഗ്രാമ്പു, ബേ ലീഫ് ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ട സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളകും ഒരു 4 തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ റൈസിലേക്ക് വേണ്ട സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം.
പിന്നെ കുറച്ച് മല്ലിയിലയും ഈ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒരു 1-2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ മൺകുടുക്കയിൽ കുക്ക് ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് വേഗത്തിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ്. കണ്ണൂർ തലശ്ശേരി ബിരിയാണിയിലൊന്നും അധികം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാല ചിക്കനിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ റൈസും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കന് കുക്കായിട്ടുണ്ടോ നോക്കാം. ചിക്കൻ ഒരു 1/4 ഭാഗം കുക്കായി വന്നാൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയിലേൻ്റെ അത്രക്ക് തന്നെ പുതിനയില ചേർത്ത് കൊടുക്കേണ്ട. പുതിനയില കുറച്ച് ചേർത്ത് കൊടുക്കുള്ളൂ കണ്ണൂർ ബിരിയാണിയിലൊക്കെ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സവാള ഫ്രൈ ചെയ്തതാണ്. ഈ ഒരു മസാലയിൽ ഫ്രൈ ചെയ്ത സവാള ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് പകുതി ഭാഗം നമുക്ക് ചേർത്ത് കൊടുക്കുക. റൈസ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5-6 ബദാമും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇത് ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് റൈസിലല്ലാതെ മസാലയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് റൈസിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള റൈസും തന്നെ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ കുടുക്കൻ്റെ മുകളിലായിട്ടൊന്ന് റോൾ ചെയ്തുകൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി പോലെ പരത്തിയിട്ട് കുടുക്കൻ്റെ മുകളിൽ വെച്ച് കൊടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വാഴയിലേൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോൾ ഈ ഒരു ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വാഴയില ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വെച്ച് കൊടുക്കാത്തത്. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ ഒരു കുടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കിയത്. വെള്ളിയാഴ്ച എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പാർക്കിൽ പോയിട്ടാണ് ഇത് കഴിച്ചത്. ഞങ്ങളെ റൂമിനടുത്തുള്ള പാർക്കിലാണ് പോയത്. അപ്പോൾ നമുക്ക് ഇനി കുടുക്കാച്ചി ബിരിയാണി ഒന്ന് ദം ഒട്ടിക്കാം. ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ കുടുക്കാച്ചി ബിരിയാണി ദം ഒട്ടിക്കുന്നത് ഇക്കയാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുടുക്കാച്ചി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്നതിലേറെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ബിരിയാണിക്ക്. നമ്മൾ മൺകുടുക്കയിൽ വെക്കുന്നത് കൊണ്ടും പിന്നെ അതുപോലെ ബദാം അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കുടുക്കാച്ചി ബിരിയാണിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെക്കാറുള്ളത്. പക്ഷേ ഈ ഒരു കുടുക്കാച്ചി ബിരിയാണീൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഇതുപോലെ തന്നെ വെക്കണം.
അപ്പോൾ നിങ്ങളും ഇതുപോലെ കുടുക്കാച്ചി ബിരിയാണി റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്